ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഒപ്പീനിയൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസാണ് മാന്നാർ കൊലപാതക കേസ്, അല്ലെങ്കിൽ മാന്നാർ മിസ്സിംഗ് കേസ്. ഒരു 15 വർഷം മുമ്പ് കാണാതെ പോയ ഒരു വനിത 15 വർഷങ്ങൾക്കിപ്പുറം അവരുടെ തിരോധാനം കൊലപാതകത്തിലാണ് ചെന്നെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും മറ്റും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെയൊക്കെ താഴെ വന്ന ഒരു കമൻ്റാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കാൻ ഇടയായത്. ആ കമൻ്റ് ഇത്രയേ ഉള്ളൂ: ഒരു 15 വർഷം മുമ്പുള്ള കൊലപാതകം ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം ഇപ്പോഴാണ് പോലീസ് കണ്ടെത്തുന്നത് എന്ന തരത്തിലാണ് ഈ കമന്റ് ഇടുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പോലീസ് സിസ്റ്റം അല്ലെ പോലീസ് സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു കമന്റിന്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തസത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കമന്റ് ഇട്ട ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വിമർശനം ശരിയാണ്, പക്ഷെ നിങ്ങൾ ആ വിമർശനം നടത്തുന്ന സമയം ശരിയല്ല. കാര്യം, നിങ്ങൾ ആ ഒരു വിമർശനം ഉന്നയിക്കേണ്ടത് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ച് ഇതിന്റെ വിവരങ്ങൾ, സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരെ അല്ല നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത്. മറിച്ച് ഈ ഒരു സംഭവം, ഈ ഒരു തിരോധാനം 15 വർഷം മുമ്പ് നടന്ന് ആ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത സമയം തൊട്ട്, അല്ലെങ്കിൽ ഈ കേസിനെ അതിന്റെ പിന്നാലെ നടന്നിരുന്ന ഉദ്യോഗസ്ഥരെ, ആ ഒരു കാലഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. കാര്യം, അവരുടെ ഒരു കഴിവുകേട് കൊണ്ടാണ് ഈ ഒരു സത്യം തെളിയാൻ ഈ 15 വർഷക്കാലം എടുത്തത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ശരിക്കും അവരെ നമ്മൾ അഭിനന്ദിക്കണം. കാര്യം, ഒരു ഊമക്കത്തിലൂടെയാണ് ഈ ഒരു കൊലപാതകത്തിന്റെ രഹസ്യത്തിന്റെ ചുരുളഴിയുന്നത്. ഒരു ഊമക്കത്ത് ലഭിച്ചു, ആ ഊമക്കത്തിനെ വെറും ഒരു ഊമക്കത്തായി കാണാതെ അതിന് വേണ്ട പരിഗണന നൽകിക്കൊണ്ട് ഈ ഒരു കൊലപാതക കേസ് തെളിയിക്കാൻ അത്രയും താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, 15 വർഷം എടുത്തു ഈ ഒരു കേസ് തെളിയാൻ. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ തന്നെയാണ്. പക്ഷെങ്കിൽ കൂടിയും അതിവിദഗ്ധമായി നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ഒരാള് അയച്ച ഊമക്കത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു കത്ത് മാത്രം പിടിവള്ളിയായി കണ്ടുകൊണ്ടാണ് കേരള പോലീസ് ഈ ഒരു കേസിന്റെ പിന്നാലെ പോയത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഒരു കേസിന് അവസാനം ഇടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കമന്റ് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. അത് നിങ്ങളോട് വന്ന് പറയണം, നിങ്ങളെ അറിയിക്കണം. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ വിമർശനം അല്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധം ഇങ്ങനെയുള്ള കമന്റുകളായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഒരിക്കലും ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ആലപ്പുഴയുടെ നിലവിലെ SP എന്ന് പറയുന്നത് ചൈത്ര തെരേസ മാം ആണ്. അപ്പോൾ ആ മാം ഈ ഒരു ആലപ്പുഴയിൽ പോസ്റ്റിംഗ് ആയിട്ട് വളരെ ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവരെ വിമർശിക്കാനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ അത് അവരെ ഈ ഒരു വിമർശനം അർഹിക്കുന്നവരല്ല. അമ്പലപ്പുഴ CIക്ക് കിട്ടിയ ഒരു ഊമക്കത്ത് അദ്ദേഹം വളരെ ഗൗരവത്തോടെ എടുക്കുകയും അത് മേലുദ്യോഗസ്ഥനെ അറിയിക്കുകയും അത് അറിഞ്ഞ മേലുദ്യോഗസ്ഥൻ അതിന് സമയോചിതമായി ഇടപെട്ട് ആ ഒരു കേസ് തെളിയിക്കാൻ കാണിച്ച ആ ഒരു താല്പര്യത്തെ നമ്മൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ആ ഒരു കൃത്യനിർവഹണത്തെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ഇവരെ ആരെയും നമ്മൾക്ക് ഇപ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാര്യം, ഈ ഒരു സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ആരാണോ ഈ കേസ് അന്വേഷിച്ചത്, അല്ലെങ്കിൽ ഈ കേസിന് പിന്നാലെ പോയത്, അവരെ വേണം നമുക്ക് കുറ്റപ്പെടുത്താം. കാര്യം, അവരുടെ കഴിവുകേട് തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ഒരു മാറ്റമില്ല, അവരുടെ കഴിവുകേട് തന്നെയാണ്. പക്ഷെ സിസ്റ്റത്തിൽ, ഇപ്പൊ പോലീസ് സിസ്റ്റം ആണെങ്കിൽ പോലീസ് സിസ്റ്റത്തിൽ കുറച്ചാളുകൾ ഇതുപോലെ കഴിവില്ലാത്തവരുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ കഴിവുള്ള ആളുകൾ കൂടെ ഉൾപ്പെടുത്തി അടച്ചാക്ഷേപിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിലവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിന്റെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ലക്ഷക്കണക്കിന് പരാതികൾ കെട്ടിക്കിടപ്പുണ്ട്, ഒരു തീർപ്പും ആകാതെ. ആ ഒരു സന്ദർഭത്തിൽ വെറുമൊരു ഊമക്കത്ത് കിട്ടിയതിന്റെ പേരിൽ
അതിൻ്റെ പിന്നാലെ പോവുകയും അതിലെ സത്യാവസ്ഥ, അതിലെ സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്ത അവരുടെ ആ ഒരു പ്രയത്നത്തെ നമ്മൾ ശരിക്കും മാനിക്കണം. അതിനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആളുകളെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള കമൻറ്റിലൂടെ എന്താ പറയുക, പുച്ഛിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. അത് ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.